ഹലോ ഹായ്. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. സോ എല്ലാവരും ടയേർഡായിട്ട് കൂടെ പ്രോഗ്രാം ചെയ്യുന്ന വിനിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ രാമൻതുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വീട്ടിൽ പോയതാണ്. അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയകളാണ്, അടിപൊളി ടൂറിസ്റ്റ് പ്ലേസാണ്. അവിടെ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ചോറും പൊരിച്ച മീനും കൂടെ ചേർത്തിട്ട് അടിപൊളി ഫുഡും കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അടിപൊളി സ്പോട്ടുകളാണ്, ഒരു രക്ഷയില്ല. മറ്റേ പാറക്കെട്ടിനകത്ത് വെള്ളം കെട്ടിയൊക്കെ കണ്ടു കാണൂലേ, അങ്ങനെ ഒരു ഭംഗി. പക്ഷെ ഒരു 3 ഡേയ്സിന് മുന്നേ ഇവിടെ ആരോ ഒന്ന് വീട് ലൈവായിട്ട് കണ്ടു, മരിച്ച് ബോഡി കിട്ടി എന്ന് പറയണു. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ദൂരെ പോവണ്ട, കുറച്ച് ഒതുങ്ങി നടക്കുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരോടും കെയർഫുള്ളായിട്ട് ഇരിക്കാനും പറയുന്നുണ്ട്. കാരണം ബാക്കി ബോറടിച്ചൊക്കെ ഇരിക്കുമ്പം ഇവിടെയൊക്കെ ഒന്ന് ഇരിക്കുകയാണ്, നല്ല അടിപൊളി സ്പോട്ടാണെന്ന് പറയുന്നത്. കാരണം അവർക്ക് വേറെ ഒരിടത്തും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്ത് പോകണ്ട, അവരുടെ വീടിൻ്റെ ആ സ്ഥലത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനൊക്കെ വേറെ ഒരു സ്പോട്ട് നോക്കി പോകണ്ട. പുള്ളി നല്ല ഫേമസ് ആയൊരു ഡാൻസറാണ്. അപ്പം പുള്ളിക്ക് ഒരു കുറച്ചും കൂടെ ബെനിഫിറ്റ്. പിന്നെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയപ്പം എല്ലാവരോടും താഴെ പോകുമെന്ന് വിചാരിച്ച്. കാരണം അവിടെ നിന്ന് ഓടി ഒളിച്ച് നിൽക്കാനൊന്നും വേറെ ഓപ്ഷൻ ഇല്ല, നനയും. ഏറ്റവും പൊക്കത്താണ് നിൽക്കുന്നതായിരുന്നു. പിന്നെ പച്ചക്കുതിര എന്ന് വിളിക്കില്ലേ, നല്ല കളർഫുൾ അടിപൊളി തത്തമ പച്ച കളറ്, അതിനെ പിടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ചെടിയിൽ പൂവ് വത്തിച്ചെടി എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ ശരിക്കുള്ള രീതി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങൾക്ക് വത്തിച്ചെടിനെ അറിയൂ. ഇത് കള്ളിമുള്ളെന്നാണ് പറയാറ്. ഇത് അടിപൊളി മരം, അന്ന് ഒരു രക്ഷയില്ല. ദേഹത്ത് അറിയാതെ കയറിക്കൊണ്ട് നല്ല ഷാർപ്പാണ്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് പോയതുള്ളൂ. അതെ, ഇവിടെ മാജിക് വാൾ പോലത്തെ ഒരു സ്ഥലം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. പിന്നെ അടിപൊളിയാണ്. ഇവിടെ നടുക്ക് മാത്രമേ ഞങ്ങൾ ഇറങ്ങിയ സ്പോട്ടിൻ്റെ അവിടെ മാത്രമേ കുറച്ച് താഴ്ചയില്ലാതെ ഉള്ളൂ. ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ ഫുള്ള് വെള്ളമാണ്. നല്ല താഴ്ചയുണ്ട്. അത് നമ്മളറിയാതെ ഒന്ന് വീണ് പോയാലും ഫുള്ള് താഴെ കല്ലും കെട്ടാണ്. അപ്പം അറിയാതെ ഒന്ന് വീണ് പോയാലും തലയിടിച്ച് വീഴുന്നൊരു വീഴ്. പിന്നെ ഈ പൂ കുറേ നാളായി കാണാനൊന്നും കിട്ടാത്ത പൂവാണ്. ഉള്ളൊരു ഞാൻ സിറ്റിയിലുള്ളതാണ്, അപ്പം അവിടെ ഇങ്ങനത്തെ പൂവൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ നൈസിന് അതെല്ലാം കഴിഞ്ഞ് കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് സമാധാനം. പിന്നെ കടലിലെ എക്സ്പ്ലോറേഷനാണ്. നല്ല വെള്ളമുണ്ട്, നല്ല തിരയുണ്ട്. അപ്പം ഈ പുള്ളിക്കാരനാണ് നമ്മുടെ വിനിച്ചേട്ടൻ, പുള്ളിയുടെ വീട് സ്പോട്ടാണ്. അപ്പം ഇറങ്ങുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നല്ല തിര വരുമ്പം കല്ലിലടിച്ച് വെക്കാണ്ട് നല്ല തിര വരുമ്പോൾ പറയാം. അപ്പോൾ അവർക്കും തിരിച്ച് കയറണമെന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ ഇറക്കിയത്. അതുപോലെ ഞാൻ ജീസസ് ലവ് യു എന്നൊക്കെ എഴുതി വെച്ച് തീരുന്നതിന് മുന്നേ കടലൊന്ന് മാറ്റിയിട്ട് പോയി.